പള്ളിയും അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളും അവരുടെ പേരിലേക്കാക്കി. എന്തായാലും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഈ മുൻ പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട്. നിലവിലെ പ്രസിഡന്റ് ഇപ്പോ ഇല്ല, ഓക്കെ. മുൻ പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടെ പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞില്ല, ഇത് അടിമുടി തട്ടിപ്പാണ്. മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ സമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ്? വിശ്വാസവഞ്ചന ചെയ്ത് എന്നെ കുറച്ച് ഉറക്കം സംസാരിച്ചു. വിശ്വാസവഞ്ചനയെ കൂടെ എന്നെ ഉൾപ്പെടുത്തിയാണ് ഈ ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തി. അയാളായിട്ട് എനിക്ക് അതിൻ്റെ 30 കൊല്ലത്തെ പരിചയം. ഇവിടെ വന്ന കാലം മുതൽ എനിക്കറിയാം. ഞാനും ജമാഅത്ത് ആശയക്കാരനാണ്. ഇയാളെ ആ ഇത് മുതലെടുത്ത് അയാളെ എന്നെ ഇതിൽപ്പെടുത്തുകയായിരുന്നു. പിന്നീട് എൻ്റെ പേര് മക്കാർ. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ആശയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് എന്താ പറയാ? ഇത് വിഷയമായിട്ട് എന്നെ പറ്റിച്ച് ഒപ്പിടിച്ചാണ്. ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെ പറ്റിച്ചു. അത് പ്രധാനി ഇയാളാണ്, വേറൊരാൾക്ക് അറിയില്ല. ഒപ്പം നിൽക്കുന്ന ആളുകളിൽ ഇയാളും ഷാനവാസിനെ അറിയായിരിക്കും. ഇയാൾ വഴി ഷാനവാസിനെ അറിയും. ഇയാളാണ് പ്രധാന ആൾ. എന്നെ പറ്റിച്ച് വഞ്ചിച്ചത് ഇയാൾ. ഞാൻ ഇത്തരത്തില് ഈ വഖഫ് സ്വത്തുക്കള് കയ്യേറ്റം ചെയ്യുന്ന, അത് തട്ടിയെടുക്കുന്ന ആളുകളുടെ പക്കല് ഈ വഖഫ് സ്വത്തുക്കൾ ഭാവിയിൽ സേഫ് ആകും എന്നുള്ള ഒരു ചിന്തയുണ്ടോ? ഇതുപോലെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇനിയും ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ അത് തട്ടിയെടുക്കാനുള്ള സാധ്യതയില്ലേ? ഇങ്ങനെയുള്ള ആളുണ്ടായ സാഹചര്യം ഉണ്ടല്ലോ. സാഹചര്യം ഇങ്ങനത്തെ ആളുണ്ടെങ്കിൽ ചെയ്യും. എന്നെ പറ്റിക്കാൻ ബാക്കിയുള്ളവരെ പറ്റിക്കാൻ നോക്കില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ആ ആശയമുള്ള ആളാണെന്ന് പറയുന്നു. ആശയമൊക്കെ പോയി തുടങ്ങി. ഇപ്പൊ അത്തരത്തിലൊരു ആശയമില്ല. അങ്ങനത്തെ ആശയം ഇനി അതായത് ഞാനിനി കൂടുതൽ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ ജമാഅത്തെ ഇസ്ലാമി ആശയമുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ അത്തരത്തിലുള്ള ചില ആളുകളൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത്. പറ്റിച്ചു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ആ പറ്റിച്ച ആളുകളെ കൂടെ കാണുന്നില്ല. ഇദ്ദേഹത്തിന് ഇപ്പൊ അത്തരത്തിലുള്ള ആശയങ്ങളില്ല. ആ ആശയങ്ങളൊക്കെ പോയി. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകൾ എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും ഈ സമരവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സമരത്തിന്റെ ഭാഗമാകാൻ ഈ വഖഫ് സംരക്ഷണം എന്ന് പറയുന്ന ആളുകൾക്ക് തീർച്ചയായും ബാധ്യതയുണ്ട്. എല്ലാവരും ഇത്തരത്തിലുള്ള സമരങ്ങളുടെ, ഇതുപോലെ വഖഫ് സ്വത്ത് കയ്യേറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അത് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രതിഷേധ സ്വരങ്ങൾക്കൊപ്പം നിൽക്കണം. ശക്തമായി ശബ്ദം ഉയർത്തണം. നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ചൊരു അന്വേഷണം ഞാൻ നടത്തിയിരുന്നു. അറിയാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ്. നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുത്ത പരാതികൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വരും ദിവസങ്ങളിൽ നടപടി ശക്തമാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.